എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും പറയാറുണ്ട് വാശി ഉണ്ടാവണം ജീവിതത്തിൽ എന്ന്. വാശി ശരിക്കും നല്ലതാണോ മോശമാണോ? നല്ലതുമാണ്, ഒപ്പം തന്നെ മോശവുമാണ് അല്ലേ? വാശി എപ്പോഴാണ് നല്ലതാവുന്നത്? എപ്പോഴാണ് നമുക്കത് മോശമായിട്ട് അനുഭവപ്പെടുന്നത്? നമുക്ക് നമ്മളോട് തന്നെയുള്ള വാശി ജീവിതത്തിന് നമുക്ക് ആവശ്യമാണ്. എന്നാൽ മറ്റുള്ളവരോടുള്ള വാശി അത്ര നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് വളരെ മോശമായ കാര്യമാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ വ്യക്തിത്വത്തിന് അത് ആവശ്യമില്ല എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ്സിൽ മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളെ നോക്കിയിട്ട് അവനേക്കാൾ കൂടുതൽ മാർക്ക് നീ നേടണം എന്ന് അച്ഛനമ്മമാർ പറയാറില്ലേ? അത് വാശിയോടെ പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലേ. മറ്റുള്ളവരെ നോക്കിയിട്ട് വാശിയോടെ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാവരുത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റുള്ളവരെ നോക്കിയിട്ടല്ല, നമ്മൾ നമ്മുടെ മാക്സിമത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. മറ്റുള്ളവരോട് നമ്മൾ ഒരിക്കലും മത്സരിക്കേണ്ടതില്ല എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ നമ്മളോട് മത്സരിക്കുക. അതായത് നമ്മുടെ പോരായ്മകളോടും നമ്മുടെ പരിമിതികളോടും നമ്മൾ മത്സരിക്കാൻ പഠിക്കണം. നമ്മുടെ സാധ്യതകളും നമ്മുടെ അവസരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വാശിയോടെ നമ്മുടെ പോരായ്മകളെ നേരിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ഏറ്റവും മാക്സിമം, ഏറ്റവും മികച്ച റിസൾട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിനേക്കാൾ താഴെയാണ് മറ്റുള്ളവരുടെ റിസൾട്ട് എങ്കിൽ നമ്മളായിരിക്കും ഒന്നാമത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അല്ലാതെ മറ്റുള്ളവരെ നോക്കിയിട്ട് നമ്മൾ ഒരിക്കലും മത്സരിക്കേണ്ടതില്ല. അത് ഈ ചെറിയ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും. നിങ്ങളൊരു ബിസിനസ് നടത്തുന്ന ഒരാളാണ്, മറ്റുള്ളവരുടെ ബിസിനസ്സിനോടല്ല നമ്മൾ മത്സരിക്കേണ്ടത്, നമ്മുടെ ബിസിനസ്സിനോട് തന്നെയാണ്. അതിൽ ഏറ്റവും മാക്സിമം റിസൾട്ട്, മാക്സിമം പ്രോഫിറ്റിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെയാണ് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തുന്നത്. അല്ലാതെ മറ്റുള്ളവരോട് മത്സരിച്ചു കൊണ്ടാവരുത്. അതിപ്പോൾ വലിയ ഒരു മത്സരമായാലും, ഇനിയൊരു ഒളിമ്പിക്സിലാണെങ്കിൽ പോലും നമ്മൾ മത്സരിക്കേണ്ടത് ഒരു രാജ്യത്തുള്ള ഒരു വ്യക്തിയോടല്ല, പകരം നമ്മളോട് തന്നെ ആവണം. നമ്മുടെ ഏറ്റവും മാക്സിമം റിസൾട്ടിന് വേണ്ടിയിട്ട് വാശിയോടെ നമ്മൾ മത്സരിക്കുക എന്നുള്ളതാണ്. ആ മാക്സിമം റിസൾട്ട് മറ്റുള്ളവരെക്കാൾ മികച്ചതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒന്നാം സ്ഥാനത്തെത്തും. ഇനി മറ്റുള്ളവരെ നോക്കിയിട്ട് മത്സരിക്കുന്നു എന്ന് പറയുന്നത് മോശമായ കാര്യമൊന്നുമല്ല. പക്ഷേ നമ്മുടെ മികച്ച വ്യക്തിത്വം എന്ന് പറയുന്നത് മികച്ച ചിന്തകളുടെ ഒരു പ്രതിഫലനം കൂടിയാണ്. അപ്പോൾ മികച്ച ചിന്തകൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുക എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയും. രണ്ടിനും ഒരേ റിസൾട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച റിസൾട്ട് നമ്മളോട് മത്സരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അങ്ങനെയൊരു ചിന്താഗതിയുമായി മുന്നോട്ട് പോകുന്നതല്ലേ നമുക്ക് നല്ലത്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരോട് മത്സരിക്കുന്നതിന് പകരം നമ്മൾ എല്ലായ്പ്പോഴും നമ്മളോട് തന്നെ മത്സരിക്കുക. നമ്മുടെ പോരായ്മകളോട്, നമ്മുടെ പ്രശ്നങ്ങളോട്, നമ്മുടെ വെല്ലുവിളികളോട്, ജീവിതത്തിന്റെ വെല്ലുവിളികളോട്, ജീവിതത്തിന്റെ പ്രതിസന്ധികളോട് നമ്മൾ മത്സരിക്കുക. എങ്ങനെ? നമ്മുടെ അവസരങ്ങളും നമ്മുടെ സാധ്യതകളും ഉപയോഗിച്ച് മത്സരിക്കുക. അതിന്റെ ഏറ്റവും മികച്ച റിസൾട്ട് കണ്ടെത്തുക. ഓട്ടോമാറ്റിക്കലി നമ്മൾ വിജയിച്ചു തുടങ്ങും. ഏതായാലും ഇവിടെ വാശികളെ കുറിച്ച് അല്ല, പിടിവാശികളെ കുറിച്ചാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. വാശികൾ പൊതുവെ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ പിടിവാശികൾ അത് അത്ര സുഖമുള്ള കാര്യമല്ല. ഈ വാശിയും പിടിവാശിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വാശി എന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്, ഒരു പരിധിക്കപ്പുറം അത് പോവില്ല. പക്ഷെ പിടിവാശികൾ അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിലെ പല ബന്ധങ്ങളെയും അത് ഇല്ലാതാക്കി കളയും. നമ്മുടെ ജീവിത പങ്കാളികൾ തമ്മിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലേ? പല കുടുംബ ബന്ധങ്ങളും തകർന്നു പോയത്, ഡൈവേഴ്സിലൊക്കെ എത്തിപ്പെട്ട ആളുകളുടെ ജീവിതമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് പിടിവാശികളുടെ പിൻബലം അതിലുണ്ടായിരുന്നു. ചെറിയ കാര്യങ്ങളുടെ പേരിലാണ് തുടങ്ങുക, പിന്നീട് സംസാരിച്ച് വളർന്ന് പിന്നീട് നമ്മുടേതായിട്ടുള്ള കുറേ ന്യായങ്ങൾ പറഞ്ഞ് പിന്നെ അത് സ്ഥാപിച്ചെടുത്ത് പിന്നീട് ഞാൻ പറഞ്ഞതാണ് ശരി എന്ന ഒരു വാദപ്രതിവാദത്തിലേക്ക് എത്തി ഒടുവിൽ നമ്മൾ വിട്ടുകൊടുക്കാതെ നമ്മൾ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മളെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. ആ പിടിവാശിക്ക് മുന്നിലാണ് പലപ്പോഴും പല ബന്ധങ്ങൾക്കിടയിലും വിള്ളലുകളും തകർച്ചകളും ഉണ്ടാകുന്നത്. രണ്ടറ്റങ്ങളിലേക്ക് എന്ന പോലെ അത് വഴിവിരിഞ്ഞു പോകുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള പിടിവാശികൾക്ക് മുന്നിലാണ്. ജീവിതത്തിൽ പിടിവാശികൾ പാടില്ല. വാശിയൊക്കെ ജീവിതത്തിൽ കൊണ്ടു നടന്നു. കുറേയൊക്കെ നമ്മളോടുള്ള വാശി നമുക്ക് ആവശ്യമുണ്ട്. മറ്റുള്ളവരോടുള്ള വാശി നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കൊണ്ടു നടക്കുക, ആവശ്യമാണെങ്കിൽ മാത്രം. അത് വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും പോവില്ല. പക്ഷെ പിടിവാശികൾ അങ്ങനെയല്ല. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നൊക്കെ പഴയ ഒരു പഴഞ്ചൊല്ലില്ലേ? പണ്ടുകാലം മുതലേ ഇങ്ങനെയുള്ള ഈ ഒരു മാനസികാവസ്ഥ മനുഷ്യനിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാവാം അന്നു മുതൽ ഈ പഴഞ്ചൊല്ലുകളൊക്കെ രൂപപ്പെട്ടത്. ഏതായാലും
നമ്മൾ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഒരു ചെറിയ പ്രശ്നത്തെ വലിയ പ്രശ്നങ്ങളിലേക്ക് വലിച്ചിടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ജീവിതത്തോട് ചെയ്യേണ്ട വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ്. കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ജീവിതത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുന്നത്, പല ബന്ധങ്ങളും ഇല്ലാതാക്കി കളയുന്നത്. ആ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഈ സ്വത്തിന്റെ പേരിലൊക്കെ പല വീടുകളിലും തല്ലുകൂടലും വഴക്കുകൂടലും ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? നല്ല രീതിയിൽ സ്നേഹത്തോടെ പോകുന്ന കുടുംബ ബന്ധങ്ങളാവും. പക്ഷെ ഈ സ്വത്തിന്റെ പേരിലൊക്കെ സ്വത്ത് ഭാഗം വെക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ എന്താ സംഭവിക്കാം? ഒരു 1/2 സെന്റിന്റെ പേരിൽ 1 സെന്റിന്റെ പേരിലൊക്കെ നമ്മളിങ്ങനെ അടികൂടും, ബഹളം വയ്ക്കും. ബന്ധങ്ങളൊക്കെ നമുക്ക് വായിൽ തോന്നുന്നതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയും. അങ്ങനെ ബന്ധങ്ങളെ ആകെ വഷളാക്കിയിട്ട് എല്ലാം പല വഴിക്കേക്ക് വഴിതിരിച്ചു വിടുക എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഓർക്കേണ്ടത് ജീവിതത്തിൽ ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത ബന്ധങ്ങളായിട്ട് അതൊക്കെ മാറിപ്പോകുന്നുണ്ട് എന്ന ഓർമ്മ നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നത് നന്നായിരിക്കും. കാരണം ഇതൊന്നും എടുത്തിട്ട് നമ്മളെവിടെയും കൊണ്ടുപോകുന്നില്ല. ഈ ചെറിയ ജീവിതത്തിൽ 1/2 സെന്റ് അധികം കിട്ടിയെന്ന് കരുതിയോ, നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലം ഇഷ്ടപ്പെട്ട സ്ഥലമാണെങ്കിലും അത് നമ്മുടെ കൂടപ്പറപ്പിന് കൊടുത്തു എന്ന് കരുതിയോ, നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം പഠിക്കണം. നമ്മുടെ മനസ്സിനെ കുറച്ചുകൂടി ഉയർന്ന തലത്തിലൊക്കെ ചിന്തിക്കാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ജീവിതത്തെ കുറെ കൂടി മനോഹരമാക്കാൻ കഴിയുന്നതും ബന്ധങ്ങളെയൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നതും. ആ ഒരു തിരിച്ചറിവ് നമുക്ക് നല്ലതാണ്. ഇതോടൊപ്പം തന്നെ ഞാനൊരു ചെറിയൊരു അനുഭവ കഥ കൂടി നിങ്ങളോട് പറയാം. എൻ്റെ ഒരു സുഹൃത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ കഥയാണ്. അവൻ്റെ വീട്ടില് ചെറിയൊരു പ്ലോട്ടാണ്. അവിടെ നല്ല ഒരു പ്ലാവുണ്ട്. ആ പ്ലാവിൻ്റെ ഇല്ല തൊട്ടപ്പുറത്തെ വീട്ടിലിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അവരാണെങ്കിൽ കുറച്ചു കാലമായിട്ട് മാത്രം അവിടെ സ്വന്തമായിട്ട് വീടെടുത്തിട്ട് താമസിക്കുന്ന ആളുകളാണ്, വേറെ നാട്ടിൽ വന്നിട്ട്. അപ്പോൾ ഒരു ദിവസം ആ വീട്ടിലുള്ള പ്രായമുള്ള ചങ്ങാതി വന്നിട്ട് പറഞ്ഞു, എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഈ ഇലകളൊക്കെ എൻ്റെ വീട്ടുമുറ്റത്ത് വീഴുന്നുണ്ട്, ഒന്നുകിൽ നിങ്ങൾ ആ മരം മുറിക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും സജ്ജീകരണങ്ങൾ അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് പരിചയമൊന്നുമില്ലാത്ത ഒരാളല്ലേ, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ വല്ലാതൊരു മനസ്സിന് അസ്വസ്ഥനായി. അപ്പോൾ പുള്ളി പറഞ്ഞു, സുഹൃത്ത് പറഞ്ഞു, ഏതായാലും ഞാൻ കാര്യങ്ങൾ ചെയ്തു നോക്കാം, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഏതായാലും ഒരു പ്രായമുള്ള ഒരാൾ വന്ന് പറഞ്ഞല്ലേ, ഇനി അതിൻ്റെ പേരിൽ ഒരു ബഹളം ഉണ്ടാക്കണ്ടെന്ന് കരുതി ഒരാളെ വിളിച്ച് ആ സൈഡിലുള്ള അപ്പുറത്ത് കൂടുതൽ ഇല വീഴുന്ന ആ ഭാഗത്തുള്ള കമ്പുകളൊക്കെ വെട്ടി മാറ്റി ഒന്ന് വൃത്തിയാക്കി കൊടുത്തു. പക്ഷെ നമുക്കറിയാം, ഒരു മരം എത്ര വൃത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും കുറെ ഇലകളൊക്കെ കാറ്റും ഇതൊക്കെ വരുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ വീട്ടിലും പറമ്പിലും ഒക്കെ പോകും. അതുപോലെ തന്നെ വീണ്ടും കുറെ ഇലകളൊക്കെ അങ്ങ് വീഴുന്നുണ്ട്. അപ്പോൾ വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പരാതിയുമായിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പോൾ വീട്ടിൽ പുള്ളിയുടെ വൈഫുണ്ട്, ഒരു മരുമകളുണ്ട്, ചെറിയ മോനുണ്ട്. മകനാണെങ്കിൽ ഗൾഫിലാണ്. അതാണ് ആ വീട്ടിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി വീണ്ടും വന്നു, എന്നിട്ട് പറഞ്ഞു, ഈ മരം എങ്ങനെയാലും മുറിക്കണം, ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, പിന്നെ അല്ലെങ്കിൽ ഞാൻ വേറെ വഴി നോക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി എന്നാണ് പറഞ്ഞത്. അപ്പൊ പുള്ളി അത് എന്തേലും ചെയ്യട്ടെ, ഇപ്പൊ പെട്ടെന്ന് മരം മുറിക്കാന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് അനുവദിക്കില്ലല്ലോ, ഒരു നല്ലൊരു മരമല്ലേ. ഏതായാലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ സുഹൃത്തിന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വന്നു, താങ്കളുടെ പേരിൽ ഒരു പരാതി ഉണ്ടോന്ന് സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി നേരെ സ്റ്റേഷനിൽ പോയി നോക്കിയപ്പോൾ ഈ പുള്ളി അവിടെയുണ്ട്, നമ്മുടെ അയൽവക്കക്കാരൻ. അവിടെ കുറെ സംസാരങ്ങളായി. പക്ഷെ ഈ പ്രായമുള്ള ഈ ചങ്ങാതി, പ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രായമൊന്നുമില്ല, ഒരു 60 വയസ്സ് 65 വയസ്സൊക്കെ കാണുമെന്ന് തോന്നുന്നു. പുള്ളി വിട്ടുകൊടുക്കുന്നേയില്ല. ഈ മരം എങ്ങനെയെങ്കിലും മുറിച്ചേ മതിയാവൂ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇല വീഴാൻ പാടില്ല. അതാണ് പുള്ളിയുടെ കണ്ടീഷൻ. ഏതായാലും മരം മുറിക്കുക എന്ന ആ ഒരു പിടിവാശിയിൽ തന്നെയാണ് പുള്ളി ഉള്ളത്. അവസാനം ഇനിയിപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറം ഒരു ലീഗൽ കാര്യങ്ങളൊന്നും പോകണ്ടെന്ന് കരുതിയിട്ട് സുഹൃത്ത് പറഞ്ഞു, ഏതായാലും ഇനി ഇതിൻ്റെ പേര് ഒരു വഴക്കുണ്ടാക്കണ്ട, ആ മരം ഏതായാലും ഞാൻ മുറിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും പോലീസുകാരനും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ മരം മുറിച്ചു മാറ്റിയെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഈ അയൽവാസികൾ തമ്മിലുള്ള ബന്ധം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് അന്ന് ക്ലോസ് ആവും, അല്ലെ? ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരാളായിട്ട് അവർ മാറുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാ എത്രത്തോളം നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടവരാണ് അയൽവാസികൾ എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ജീവിതത്തിൽ ചില പിടിവാശികൾ ഉറപ്പായിട്ടും നമ്മൾ പാടില്ലാത്ത കാര്യങ്ങളാണ്. കാരണം അത് എപ്പോഴെങ്കിലും ഒരു സമയത്ത് കാലം ആ പിടിവാശി നമ്മളെ തന്നെ തിരിഞ്ഞു കുത്തുന്ന ഒരു ദിവസം ഉണ്ടാവും. അതാണ് ഈ അനുഭവത്തിലൂടെ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. അതായത് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പുള്ളിക്ക് എന്തോ സുഖമില്ലാതായി, വയ്യാതായി. ആ സമയത്ത് പുള്ളിയുടെ വൈഫ് ഓടി വന്നത് ഇവന്റെ വീട്ടിലേക്കാണ്. കാരണം ആളുടെ വീട്ടിൽ വണ്ടിയുണ്ട്, പെട്ടെന്ന് കൊണ്ടുപോകാലോ ഹോസ്പിറ്റലിൽ എന്ന് കരുതിയിട്ട്. അപ്പോൾ അവൻ ഡ്രസ്സൊന്നും മാറിയിട്ടുണ്ടായിരുന്നു, നേരെ ഓടി പുള്ളിയെടുത്ത് വണ്ടിയിലിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കാരണം ഒരു പ്രായമുള്ള മനുഷ്യനല്ലേ, ഒരു മാനുഷികമായ പരിഗണന തീർച്ചയായിട്ടും നമുക്കുണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് ഒരു ദിവസത്തെ ഒബ്സർവേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് പുള്ളി വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ അതായത് ചെറിയ ഒരു മൈനർ അറ്റാക്ക് ആയിരുന്നു. അത് കഴിഞ്ഞ്
പുള്ളി ആദ്യം ചെയ്തത് എൻ്റെ സുഹൃത്തിനെ ഫോണിൽ വിളിച്ചു ഒന്ന് വീട്ടിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. പുള്ളി ഡ്യൂട്ടിയിലായിരുന്നു. ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം പുള്ളിയുടെ വീട്ടിൽ പോയി അവിടെ ഇരിക്കാൻ പറഞ്ഞു. ആ സമയത്ത് ആദ്യം കണ്ടപ്പോൾ ഒന്നും മിണ്ടിയൊന്നുമില്ല, അനങ്ങാതെ അവിടെ നിന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മനോഹരമായൊരു വാചകമാണ് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയത്. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ഭാഗത്ത് ചില തെറ്റുകൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ശിക്ഷയായിരിക്കാം എനിക്കിപ്പോൾ കിട്ടിയത്. അപ്പോൾ ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണമെന്ന് എൻ്റെ സുഹൃത്തിനോട് ആ വ്യക്തി പറഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്ന ചില പിടിവാശികളൊക്കെ എപ്പോഴെങ്കിലും ഒരു കാലത്ത് നമ്മളെ തന്നെ തിരിഞ്ഞു കുത്തുന്ന ഒരു ദിവസം വരും. അതുകൊണ്ട് ജീവിതത്തിൽ ആവശ്യമില്ലാതെ നമ്മൾ ആരോടും പിടിവാശി കാണിക്കരുത്. നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ, ബസ്സിൽ, ട്രെയിനിൽ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ, നമ്മളൊരു ഷോപ്പിൽ പോകുന്ന സമയത്ത്, നമ്മൾ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർക്കിടയിൽ, നമ്മുടെ അയൽവാസികൾ തമ്മിൽ, നമ്മുടെ സൗഹൃദങ്ങൾ തമ്മിൽ, നമ്മുടെ പ്രണയങ്ങൾ തമ്മിൽ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തമ്മിൽ, രക്തബന്ധങ്ങൾ തമ്മിൽ, നമ്മുടെ ജീവിത പങ്കാളികൾ തമ്മിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ തല്ലും വഴക്കൊക്കെ കൂടുമ്പോൾ അതിനെ ഒരു വാശിയിലേക്കും പിടിവാശിയിലേക്കും കൊണ്ടുപോകരുത് എന്നുള്ളതാണ്. കാരണം ചെറിയ ചെറിയ സംസാരങ്ങളാണ് പിന്നീട് വലിയ വിഷയങ്ങളിലേക്ക് നമ്മൾ ആവശ്യമില്ലാത്ത പിടിവാശിയുടെ മുന്നിൽ അത് വഴിതിരിച്ചു വിടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പിടിവാശികളൊന്നും ജീവിതത്തിന് വലിയ ഗുണങ്ങളൊന്നും ചെയ്യില്ല, നമ്മുടെ വ്യക്തിത്വത്തിനും ഒരു ഗുണവും ചെയ്യില്ല. മാത്രവുമല്ല, നമ്മുടെ വ്യക്തിത്വം ഇങ്ങനെ ലാസ്റ്റ് ഏറ്റവും ഒടുവിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിന്റെ മൂല്യം, അതിന് മൂല്യശോഷണം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു വലിയ കുഴി കുഴിച്ചിട്ട് അതിലേക്ക് സ്വയം എടുത്തു ചാടുന്നതിന് തുല്യമാണ് ആവശ്യമില്ലാതെ പിടിവാശി പിടിച്ച് അതിൽ നിന്ന് ഒടുവിൽ നമ്മൾ ക്ഷമ ചോദിക്കുകയും നമ്മൾ മാപ്പ് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പൊ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമില്ലാത്ത പിടിവാശികളൊന്നും നമ്മൾ ഒരു ബന്ധങ്ങളിലും കൊണ്ടു നടക്കാതിരിക്കുക. നല്ല രീതിയിൽ ഒരു പരിധി വരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അത് അപ്പപ്പോൾ തന്നെ പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചിട്ട് സ്നേഹത്തോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. വിഷയങ്ങൾ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കാം. നമ്മളൊക്കെ പച്ചയായ മനുഷ്യരാണ്. ചെറിയ ചെറിയ ഒരുപാട് തെറ്റുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കും. ഈ തെറ്റുകളെയൊക്കെ നമ്മൾ പെറുക്കിയെടുത്തിട്ട് ആ ചെറിയ ചെറിയ വിഷയങ്ങളെയൊക്കെ ഊതി വീർപ്പിച്ചിട്ട് വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മളത് മാറ്റിയെടുത്ത് ജീവിതത്തിന്റെ സൗന്ദര്യം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. അതുകൊണ്ട് ജീവിതത്തിൽ ഇനി അങ്ങോട്ട് വാശി പിടിക്കുമ്പോൾ അവനവനോട് വാശി പിടിക്കാൻ പഠിക്കുക. ഒരു പിടിവാശികളും നമ്മുടെ വ്യക്തിത്വത്തിന് ഗുണം ചെയ്യുന്നില്ല എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അതെപ്പോഴും നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു പുതിയ വീഡിയോയിൽ നല്ലൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.